നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ KSU നേതാക്കളിൽ നിന്നും 10 കിലോ കഞ്ചാവ് പിടികൂടിയെന്ന വാർത്ത വ്യാജ വാർത്തയാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അതായത് CPM ഭരണത്തിന് കീഴിലെ പോലീസ്. ഇതേ പോലീസാണ് SFI നേതാവിനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയത്. ഇതിനൊപ്പം KSUക്കാരൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പോലീസ് വ്യക്തമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ സമ്മതിക്കുന്നു. അതായത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ എല്ലാ ചോദ്യങ്ങളും, എല്ലാ കണ്ണുകളും, എല്ലാ കുറ്റക്കാരും SFI നേതാക്കളാണ് എന്നത് വ്യക്തം. ഇതോടെ കഞ്ചാവ് കേസിൽ നിന്നും തടിയൂരാൻ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന SFI നടത്തിയെന്നാണ് വ്യക്തമാകുന്നത്. കഞ്ചാവ് കേസിലെ പ്രതികളെ എന്തുകൊണ്ട് SFI പൂർണ്ണമായും തള്ളിപ്പറയുന്നില്ല എന്നതും ഉയരുന്ന മറ്റൊരു ചോദ്യമാണ്. SFI നേതൃത്വം അറിഞ്ഞാകണം ഇത്തരം കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്നും ആരും ആരോപിക്കുന്നില്ല. കഞ്ചാവ് കേസിൽ പ്രതികളെ പരസ്യമായി പിന്തുണയ്ക്കുന്നതാണ് SFI സംഘടനയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. കോളേജ് പ്രിൻസിപ്പാലിന്റെ നിർണായക നീക്കത്തിൽ പോലീസിന് കൃത്യമായി എവിടെയൊക്കെയോ ആരുടെ മുറിയിൽ എവിടെയൊക്കെ കഞ്ചാവ് ഉണ്ട്, ആരുടെയൊക്കെ മുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പാൾ എല്ലാ വിവരങ്ങളും പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു. 12-ന് രേഖാമൂലം പ്രിൻസിപ്പാൾ പരാതി നൽകി. അടുത്ത ദിവസം രാത്രി റെയ്ഡും നടന്നു. എല്ലാം അതീവ രഹസ്യമായി തന്നെയാണ് നടന്നത്. അധ്യാപകരിലെ ഇടത് സംഘടനാ നേതാക്കൾ പോലും ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിഞ്ഞില്ല എന്നതാണ് വസ്തുത. അതീവ രഹസ്യമായി ഹോസ്റ്റലിൽ കടന്ന പോലീസ് സ്റ്റെയർ കേസിലൂടെ മുകളിലത്തെ മുറിയിലെത്തി. വിവാദമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം വീഡിയോയിൽ പകർത്തി. ഒപ്പം കായംകുളത്തെ MLA പ്രതിഭ ഉയർത്തിയ വിവാദം മനസ്സിലുള്ളതിനാൽ എല്ലാവരുടെയും മെഡിക്കലും എടുത്തു. അങ്ങനെ പഴുതടച്ചതായിരുന്നു പോലീസിന്റെ ഒരു ഓപ്പറേഷൻ. ആരും ഓടിപ്പോയില്ല എന്ന് പോലീസ് പറയുന്നതും ഈ തെളിവുകളുടെ കരുതലിലാണ്. ഹോളി ആഘോഷത്തിന് ലഹരി എത്തിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ് കഞ്ചാവിലേക്ക് പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലുകാർ എത്തുന്നത്. ഇത് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു. പണവും വിശദാംശങ്ങളുമെല്ലാം പെരിയാറിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എത്തി. ഇതോടെ വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കിയ വിവരം പ്രിൻസിപ്പൽ പോലീസിനെ അറിയിക്കുന്നു. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അങ്ങ് നുഴഞ്ഞു കയറി. പോളിടെക്നിക്കിന്റെ പെരിയാർ ഹോസ്റ്റലിലെ ചിലരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് പിരിവ് തുടങ്ങിയതും നിർണായകമായി. പിരിവ് എളുപ്പമാക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനയ്ക്ക് വിലയും ഇട്ടു. 5 ഗ്രാമിന്റെ പൊതിക്ക് 500 രൂപ. മുമ്പും കഞ്ചാവ് വലിച്ചിട്ടുള്ളവർ ഷെയർ ഇടാൻ തുടങ്ങി. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ആ സമയം മുതൽ വിവരങ്ങൾ ചോർന്നു തുടങ്ങി. ഈ ഗ്രൂപ്പിനെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം വ്യക്തമായി തന്നെ നിരീക്ഷിച്ചു. പോലീസ് ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞുകയറി ചാറ്റുകൾ ചോർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലന്മാരെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഏത് മുറിയിലാണ് കഞ്ചാവ് എത്തുമെന്നുവരെ സന്ദേശത്തിൽ വ്യക്തമായി. കഞ്ചാവ് പൊതി എവിടെ നിന്ന് എങ്ങനെ എത്തുന്നു എന്ന വിവരത്തിനായി കാത്തുനിന്നു. അങ്ങനെ G11 എന്ന മുറിയിൽ കഞ്ചാവ് വന്നു എന്നുള്ള വിവരം വ്യാഴാഴ്ച വാട്സാപ്പ് ഗ്രൂപ്പിലെത്തി. ആ മുറിയിലെ താമസക്കാരനായ M ആകാശാണ് 2 കിലോയോളം വരുന്ന പൊതി സൂക്ഷിച്ചതെന്നും ചില്ലറ വിൽപ്പന നടന്നതെന്നും വ്യക്തമായി. ഇതിന് പിന്നിലുള്ളവരെ മനസ്സിലാക്കി. അങ്ങനെയാണ് പോലീസിന്റെ ഒരു ഉഗ്രൻ ഓപ്പറേഷൻ, അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം ഓപ്പറേഷൻ പ്രിൻസിപ്പാലിന്റെ നേതൃത്വത്തിൽ അവിടെ കോളേജിൽ നടന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.